ഹലോ, എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നമുക്ക് തുടർന്നാലോ? അവസാനത്തെ പാർട്ടിൽ ശിഖ അലക്സ് നൽകിയ ന്യൂസ് പേപ്പറിൽ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ഈ ന്യൂസ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്ന പാട്ടാണ്. അപ്പോൾ നമുക്ക് തുടരാം. ഇതെങ്ങനെ? ശിഖ ന്യൂസ് പേപ്പറിൽ കണ്ട വാർത്ത വിശ്വസിക്കാനാകാത്ത പോലെ അലക്സിനോട് ചോദിച്ചു. പുച്ഛത്തോടെ ശിഖയുടെ ചോദ്യത്തിന് അലക്സ് മറുപടി നൽകി. ഇതാണ് ഈ അലക്സിനെ മുന്നോട്ട് പോകാൻ നയിച്ചത്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല ശിഖ. തനിക്കറിയുമോ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് മുന്നോട്ട് പോയേ തീരൂ എന്നൊരു തോന്നൽ എന്നിലുണ്ടായി. അപ്പോൾ ഉണ്ടായൊരു ധൈര്യം. അയാൾ എനിക്ക് വെച്ച് കുരുക്കി, ഞാൻ അയാളെ തന്നെ കുരുക്കി. അലക്സ് നിസ്സാരമായി അതിനെ പറഞ്ഞു. പക്ഷെ എങ്ങനെ? എൻ്റെ നഗ്നത അയാൾ വിറ്റ് കാശാക്കിയപ്പോൾ ഞാൻ അതിനെ എൻ്റെ രക്ഷയ്ക്കായി ഉപയോഗിച്ചു. എനിക്ക് മനസ്സിലായില്ല. ശിഖ പിന്നെയും തൻ്റെ ചോദ്യം ഉന്നയിച്ചു കൊണ്ടിരുന്നു. പറയാം, ഒരു 20കാരി അന്ന് ജയിക്കാനായി കളിച്ച കളി, അല്ലെങ്കിലും ജീവിക്കാനായുള്ള കളി. ജയിക്കുമോ എന്ന് പോലും ഉറപ്പില്ലാതെ മുന്നോട്ട് പോയി. ജെസ്സിയുടെ സഹായത്തോടെ ഈ വീട്ടിൽ നിന്നും പുറത്തു കടന്ന ഞാൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. എന്നിട്ടെന്താ, എല്ലാ സ്റ്റേഷനിലും ഉണ്ടാകുന്ന പോലെ ഹരാസ്മെൻറ്റ് അതെനിക്ക് കിട്ടി. എൻ്റെ നേരെ ലൈംഗിക ചുവയോടുള്ള സംസാരങ്ങൾ കുറെ കേട്ട് ഞാൻ തളരുമെന്ന് എല്ലാവരും കരുതി. എൻ്റെ ശത്രു നല്ല പിടിപാടുള്ളവൻ തന്നെയായിരുന്നു. എന്നെ തിരിച്ച് അയാളുടെ ബെഡ്റൂമിലേക്ക് എത്തിക്കാനായി അയാൾ എന്നോട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അവസാനം ഞാൻ ഒരിക്കൽ കൂടി സ്റ്റേഷനിൽ പോയി. അവസാന ശ്രമം എന്നതുപോലെ പഴയതുപോലെ തന്നെ അവർ എന്നോട് പെരുമാറി. ബട്ട് അവിടെ ഞാൻ അവരെ പോയി. ഫേസ്ബുക്ക് ലൈവിലൂടെ ഞാൻ എൻ്റെ കാര്യം പുറം ലോകത്തെ അറിയിച്ചു. പിന്നെ ബാക്കിയെല്ലാം സോഷ്യൽ മീഡിയ സൈറ്റ് എടുത്തു. അറിയാലോ ബാക്കി എന്താകുന്നു. എന്നിട്ടോ കേസ്, ചർച്ച, അങ്ങനെ കുറെ പോയി. ജയിക്കാനായി ഞാൻ കളിച്ചു, തോൽപ്പിക്കാനായി അയാൾക്കൊപ്പമായിരുന്നു എല്ലാവരും. എൻ്റെ കുടുംബം പോലും അയാൾക്കൊപ്പമായിരുന്നു. തോൽക്കും എന്നുറപ്പായ സമയം ഞാൻ അയാൾ വെച്ച ക്യാമറയിൽ എന്നെ ടോർച്ചർ ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു. പറയില്ലേ, നമ്മൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നമുക്കൊപ്പം ഉണ്ടാകുമെന്ന്. അതുപോലെ ദൈവം എൻ്റെ ഒപ്പം ഉണ്ടായി എന്നതിനുള്ള തെളിവായിരുന്നു ആ വീഡിയോസ്. അത് മാത്രം മതിയായിരുന്നു എനിക്ക് ജയിക്കാൻ. എൻ്റെ ഐഡൻറ്റിറ്റി എല്ലാവർക്കും മുന്നിലും തെളിവായി. കേസിൽ ഞാൻ ജയിച്ചു. എൻ്റെ ഫ്രീഡം എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷേ പിന്നെയായിരുന്നു എൻ്റെ ജീവിതം ഭീകരമായ അവസ്ഥയിലേക്ക് പോയത്. വെറുപ്പോടെയും അറപ്പോടെയും നോക്കുന്ന ആളുകൾ. നിനക്കറിയുമോ, എന്നെ എല്ലാവരും വെറുപ്പോടെ ആട്ടി മാറ്റിയിട്ടുണ്ട്. കാണുന്നത് ലക്ഷണക്കേടാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ട്. കിട്ടേണ്ട എല്ലാ തരത്തിലുള്ള നാണക്കേടും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോരാടി. എനിക്കുള്ളിൽ ഒന്നുണ്ടായിരുന്നു. ഇതിനേക്കാൾ വേദനയാണ് നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്ക് നമ്മുടെ ശരീരം വിട്ടു നൽകുന്നത്. അതിനേക്കാൾ നല്ലത് മുന്നോട്ട് പോകുന്നത് തന്നെയാണെന്നും എനിക്ക് തോന്നി. പത്രങ്ങൾ, മീഡിയാസ് എല്ലാം ഇത് ആഘോഷിച്ചു. എൻ്റെ മുഖം എല്ലാവർക്കും വേണ്ടി അവർ യൂസ് ചെയ്തു. പക്ഷെ ഞാൻ തോറ്റില്ല, ഞാൻ ജയിച്ചു. ഇന്ന് എനിക്കെതിരെ ഒരാൾ പോലും എഴുതാൻ അവൻ്റെ കൈവിരൽ ചലിക്കില്ല. അതാണ് അലക്സ് നേടിയെടുത്തത്. എൻ്റെ ഫ്രീഡം, എൻ്റെ സന്തോഷം, അതെല്ലാം എനിക്ക് കിട്ടി. അലക്സ് സ്വയം പ്രൗഢിയോടെ പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ഈ ഉയർച്ചയെല്ലാം? ശിഖയുടെ ചോദ്യം ന്യായമായിരുന്നു. അലക്സ് മറുപടി നൽകി. അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. പറയണമെന്ന് തോന്നുന്ന നിമിഷം ഞാനത് പറയാം. പോരെ? ശിഖയും മനസ്സോടെ തലയാട്ടി. കാരണം അവൾ അലക്സിൻ്റെ എല്ലാ കാര്യങ്ങളെയും ബഹുമാനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി എവിടെയാണ്? അവർ എന്നെ വേണ്ട എന്ന് വെച്ചു. പിന്നെ തരാനുള്ളതൊക്കെ അവർ തന്നു തീർന്നോട്ടോ കേട്ടോ. എല്ലാം എനിക്ക് തന്നിട്ടാണ് അവർ പോയത്. അപ്പോൾ അയാൾ ഈ വീടോ? ശിഖ, അയാൾ
അയാളുണ്ട്. ഈ വീട് ഞാൻ എൻ്റേതാക്കി. അതൊരു വാശി തന്നെയായിരുന്നു. ശരി, അപ്പോൾ അയാൾ എവിടെ? ശിഖയുടെ ചോദ്യം പിന്നെയും അലക്സിൻ്റെ അടുത്ത് വന്നു. കേട്ടിട്ടില്ലേ, പണത്തിന് മീതെ പരുന്നും പറക്കില്ല. പിന്നെ മതി കേട്ടത്. എല്ലാം പറഞ്ഞ പിന്നെ ഈ അലക്സ് ഇല്ലത്. ഞാൻ എപ്പോഴും ഒരു മിസ്റ്ററിയെ തുടങ്ങുന്നതാണ് എനിക്കിഷ്ടം. അലക്സ് പറഞ്ഞു നിർത്തിയെങ്കിലും ശിഖയിൽ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമുണ്ട്. അലക്സ് അത് ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ശിഖയും അത് വേണ്ടെന്ന് വെച്ചു. ശിഖയുടെ മനസ്സും അലക്സ് അറിയുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവൾ തുടർന്നു. ശിഖ, ഞാൻ നിന്നോട് ഇതെല്ലാം പറഞ്ഞത് എന്തിനാണ് എന്ന് നിനക്കറിയാം. ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിട്ട് പോലും ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും എല്ലാം ഹൈഡ് ചെയ്തു വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ലൈഫ് അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അത് ജയിക്കാൻ കുറച്ച് കഷ്ടവുമാണ്, ശരിയാ. പക്ഷെ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ ലൈഫ് മുഴുവൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അതിനെ വേദനയോടെ ആയിരിക്കും കാണാൻ തുടങ്ങുന്നത്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ താണു കൊടുക്കാതിരിക്കുക, നമ്മൾ നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. അലക്സ് പറയുന്നതെല്ലാം ശ്രദ്ധയോടെ ശിഖ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മറുപടിയും നൽകാൻ ശിഖയ്ക്ക് സാധിച്ചില്ല. അവളുടെ ഭാവങ്ങളെല്ലാം നോക്കി നിന്ന് അലക്സ് പതിയെ അവൾക്കരികിൽ വന്നിട്ട് പറഞ്ഞു, ടേക്ക് യുവർ ടൈം. ഇപ്പം കിടക്കാൻ നോക്കും. നാളെ രാവിലെയാണ് ഫ്ലൈറ്റ്, അറിയാലോ? അറിയാം എന്ന പോലെ ശിഖയും തലയാട്ടി. എന്നാൽ വാ, കിടക്കും. അല്ല, ഞാൻ കുറച്ചു നേരം ഇവിടെ നിന്നോട്ടെ. അവളുടെ മറുപടി കേട്ട് അലക്സ് മിണ്ടാതെ അവളെ നോക്കി നിന്നു. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, കിടക്കാം. ശിഖയുടെ മറുപടി പിന്നെയും വന്നത് കേട്ട്, ഈ വേണ്ടോ, താൻ ഇവിടെ നിന്നോ. ഞാൻ വെറുതെ നോക്കിയതാണ്. ഇത് അലക്സിൻ്റെ ഇടമാണ്. ഇവിടെ നീ സേഫാണ് മറ്റെവിടത്തേക്കാണ്. അലക്സ് ചിരിയോടെ പറഞ്ഞു. പതിയെ എന്നിട്ട് ശിഖയൊന്ന് ഹഗ് ചെയ്തു. ശേഷം അവൾ അവളുടെ റൂമിലേക്ക് പോയി. അവൾ പോകുന്നത് ശിഖ നോക്കി നിന്നു. എന്നിട്ട് കുറച്ച് നിമിഷങ്ങൾ അവിടെ തുടർന്നു. അലക്സ് ഇല്ലാത്ത നിമിഷങ്ങൾ അവിടെ വല്ലാത്ത ശൂന്യത തോന്നി ശിഖയ്ക്ക്. വേദനയോടെയും അവൾ അലക്സിൻ്റെ ലൈഫ് ഓർത്തു. ഇത്രയും വിഷമങ്ങളും വേദനയും കഷ്ടപ്പാടുകളും നിറഞ്ഞിട്ടും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന അലക്സിനെ ഓർത്ത് അവൾക്ക് സന്തോഷം തോന്നി. ഒപ്പം തൻ്റെ ഭയവും. ഇന്നു മുതലാണ് താൻ തൻ്റെ സെക്ഷുവാലിറ്റി തിരിച്ചറിഞ്ഞത്. അവൾ ദൂരേക്ക് നോക്കി. അവളുടെ ഉള്ളിൽ പല ഓർമ്മകളും കടന്നു വന്നു. അച്ഛൻ്റെ അറവാട്ടിൽ താൻ ചെന്നാൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. കാരണം താൻ ശരിക്കും അച്ഛൻ്റെ അമ്മയെ പോലെയായിരുന്നു. അവരുടെ ഭംഗിയാണ് തനിക്ക്. ആ സൗന്ദര്യം തനിക്ക് പലപ്പോഴും ശാപം തന്നെയായിരുന്നു. പിന്നെയുള്ളതെല്ലാം തൻ്റെ വളർച്ചയിൽ മനസ്സിലായിരുന്നു. ശിഖ ഓർത്തു. തന്നോടുള്ള പല പ്രണയങ്ങളും താൻ നിരസിച്ചിരുന്നു. അന്നെല്ലാം വിചാരിച്ചിരുന്നത് തനിക്ക് വീട്ടുകാരോടുള്ള ഭയം കൊണ്ടായിരുന്നുവെന്ന്. എന്നാൽ പതിയെ അതല്ല എന്ന് മനസ്സിലായി. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. തൻ്റെ കോളേജ് കാലം അതായിരുന്നു എന്നെ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞ സമയം. തനിക്ക് ചുറ്റും പ്രണയാഭ്യർത്ഥന ഉണ്ടായിരുന്നപ്പോഴും തൻ്റെ കണ്ണുകൾ തൻ്റെ പെൺ സുഹൃത്തുക്കളിൽ ചെന്ന് പതിക്കുമ്പോഴും അറിഞ്ഞില്ല എനിക്കുള്ളിലുള്ള മാറ്റങ്ങളെപ്പറ്റി. പിന്നെയും കാലങ്ങളെടുത്തു താൻ ആരാണെന്നറിയാൻ. അന്ന് തന്നോട് തന്നെ വെറുപ്പ് തോന്നിയ നിമിഷങ്ങൾ. എന്തിനാ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഞാൻ അലക്സിനെ പ്രണയിക്കുന്നു. അത് തുറന്നു പറയാൻ തനിക്ക് കഴിയില്ല എന്ന ഓർമ്മ ശിഖയുടെ കണ്ണുകളിൽ നിറങ്ങുന്ന കണ്ണുനീരിൻ്റെ ആക്കം കൂട്ടുകയായിരുന്നു. തളർന്ന് തലയിലേക്കിരിക്കുമ്പോഴും ശിഖയ്ക്ക് മുന്നോട്ടൊളിച്ചുള്ള ജീവിതത്തെപ്പറ്റി ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. തളർന്നിരുന്ന കരയുന്ന ശിഖയെ അലക്സ് കാണുന്നുണ്ടായിരുന്നു. അവളുടെ വേദന അറിഞ്ഞിട്ട് പോലും, അലക്സിൻ്റെ മനസ്സ് വേദനിച്ചിട്ട് പോലും ശിഖയെ ആശ്വസിപ്പിക്കാൻ അവൾ അപ്പോൾ തയ്യാറായില്ല. ഒപ്പം വേദനയോടെ തന്നെ അവൾ നോക്കി നിന്നു. ശേഷം തിരിച്ച് തൻ്റെ റൂമിലേക്കും പോയി. അലക്സ് എന്തുകൊണ്ടായിരിക്കും ശിഖയുടെ അരികിൽ പോകാതിരുന്നു? ശിഖയുടെ വേദന അറിഞ്ഞിട്ടും അവൾ എന്തുകൊണ്ടായിരിക്കും സഹായിക്കാതിരുന്നത്? നമുക്ക് കാത്തിരുന്നാലും അടുത്ത ഭാഗത്തിനായി തുടരുന്നു.